പശ്ചിമേഷ്യയെ ആശങ്കയിലാഴ്ത്തി ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. വെള്ളിയാഴ്ച ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം ആരംഭിച്ചതിന് ശേഷം ഇരു രാജ്യങ്ങളും സ്ഫോടനങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ടെൽ അവീവിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് റിപ്പോർട്ട്. ഒരു യുദ്ധമുണ്ടായാൽ ഇറാനും ഇസ്രായേലിനും അനുകൂലമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത്. ഇറാന്റെ സൈനിക ഉപകരണങ്ങളിൽ ചിലത് 1979 ഇസ്ലാമിക വിപ്ലവത്തിന് മുൻപ് സോവിയറ്റ് യൂണിയനും മറ്റുള്ളവ യുഎസും നൽകിയതാണ്. അടുത്തിടെ റഷ്യ ചില ഉപകരണങ്ങളും നൽകിയിട്ടുണ്ട്. വ്യോമസേനയ്ക്ക് ഏകദേശം 350 പഴക്കമേറിയ വിമാനങ്ങളുണ്ട്. ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഏറ്റവും ഉപയോഗിച്ച ഷഹീദ് ഡ്രോണുകൾ ഇറാന്റേതാണ്. ആണവായുധം വികസിപ്പിക്കാൻ കഴിയുന്ന തലത്തിലേക്ക് യുറേനിയവും ഇറാൻ സമ്പുഷ്ടീകരിച്ചു. പക്ഷേ ആണവായുധം സജ്ജമാക്കാൻ ഇനിയും സമയം വേണം. യുഎസിന്റെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും സാങ്കേതിക വിദ്യയും പരിശീലനവും ലഭിച്ച കര, നാവിക, വ്യോമസേനയും ഏത് മുന്നണിയിലും സജ്ജമാക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും നിലനിർത്താനും കഴിയുന്ന ശക്തമായ ആഭ്യന്തര പ്രതിരോധ വ്യവസായവും ഇസ്രായേലിന്റെ ശക്തിയാണ്. ഇറാനെ പോലെ സൈനിക ശേഷി ശക്തമല്ലെങ്കിലും മേഖലയിൽ നിരവധി യുദ്ധം നയിച്ച പരിചയം, യുഎസ് പിന്തുണയോടെ വർഷങ്ങളെടുത്ത് വികസിപ്പിച്ച ബഹുതല മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഇസ്രായേലിന്റെ കരുത്താണ്. ഇറാന്റെ ജനസംഖ്യ 8.84 കോടിയും ഇസ്രായേലിൻ്റേത് 94 ലക്ഷവുമാണ്. 16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഭൂവിസ്തൃതിയിലുള്ള ഇറാൻ ലോകത്തെ 18ാമത്തെ വലിയ രാഷ്ട്രമാണ്. ഇസ്രായേലിന് 22,000 ചതുരശ്ര കിലോമീറ്ററാണ് ഭൂവിസ്തൃതി. ഇസ്രായേലിന് 1.7 ലക്ഷം സൈനികരുണ്ട്. 4.65 ലക്ഷം റിസർവ് സൈനികരും 35,000 പാരാമിലിറ്ററി സേനാംഗങ്ങളും ഇതുകൂടാതെയുണ്ട്. ഇറാന് 6.1 ലക്ഷം സൈനികരും 3.5 ലക്ഷം റിസർവ് സൈനികരും 2.2 ലക്ഷം പാരാമിലിറ്ററി സൈനികരുമുണ്ട്. ഇറാന് ഇസ്രായേലിന്റെ ചില അയൽരാജ്യങ്ങളിലെ പടകളിൽ നിർണായക സ്വാധീന ശക്തിയുമുണ്ട്. ദീർഘകാലം യുദ്ധം ചെയ്തുള്ള പരിചയം ഇസ്രായേലിന് മുതൽക്കൂട്ടാണ്. വ്യോമശക്തിയിൽ ഇസ്രായേലിന് 611 വിമാനങ്ങളുണ്ട്. ഇതിൽ 240 എണ്ണം ഫൈറ്റർ ജെറ്റുകളാണ്. 146 ഹെലികോപ്റ്ററുകളും 48 ആക്രമണ ഹെലികോപ്റ്ററുകളും ഇസ്രായേലി വ്യോമസേനയിൽ ഉൾപ്പെടും. ഇറാന് 551 വിമാനങ്ങളാണുള്ളത്. 188 ഫൈറ്റർ വിമാനങ്ങളും 128 ഹെലികോപ്റ്ററുകളും 13 ആക്രമണ ഹെലികോപ്റ്ററുകളും ഇറാനുണ്ട്. ഇസ്രായേലിന്റെ വ്യോമസേന താരതമ്യേന ആധുനികവും സാങ്കേതിക മൂർച്ചയുള്ളതുമാണ്. 1713 ടാങ്കുകളാണ് ഇറാന്. ഇസ്രായേലിന് 1300. 65,825 കവചിത വാഹനങ്ങൾ ഇറാനുള്ളപ്പോൾ ഇസ്രായേലിന് ഈ ശ്രേണിയിൽ 35,985 വാഹനങ്ങളാണ് ഉള്ളത്. ഇറാന് ആകെയുള്ള യാനങ്ങൾ 107, ഇസ്രായേലിന് 62 യാനങ്ങളുണ്ട്. ഇറാന് 7 ഫ്രിഗേറ്റുകളുണ്ട്. ഇസ്രായേലിന് ഒന്നും തന്നെയില്ല. 3 കോർവെറ്റുകൾ ഇറാനും 7 എണ്ണം ഇസ്രായേലിനുമുണ്ട്. 25 അന്തർവാഹിനികൾ ഇറാനും 5 എണ്ണം ഇസ്രായേലിനുമുണ്ട്. 21 പട്രോൾ വെസലുകളാണ് ഇറാനുള്ളത്. ഇസ്രായേലിന് ഇത് 46 എണ്ണമുണ്ട്. മേഖലയിൽ ഏറ്റവും കൂടുതൽ ബാലിസ്റ്റിക് മിസൈലുകളുള്ള രാജ്യം ഇറാനാണ്. 20 തരം ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും ഇറാന്റെ പക്കലുണ്ട്. ഫത്താഹ് എന്ന ഹൈപ്പർസോണിക് മിസൈലും ഉയർന്ന റേഞ്ചുമുള്ള ഖൈബർ ബസ്റ്റർ മിസൈൽ ഇറാൻ ഇടയ്ക്ക് പുറത്തിറക്കി. ഇസ്രായേലിന്റെ കൈവശവും അപകടകരവും സാങ്കേതിക കൃത്യതയും ഒത്തുചേർന്ന ലോങ് റേഞ്ച് മിസൈലുകളുണ്ട്. ജെറീക്കോ ശ്രേണിയിലുള്ള മിസൈലുകൾ ഇതിനുദാഹരണമാണ്. ഇസ്രായേലിന്റെ അയൺ ഡോൺ മിസൈൽ പ്രതിരോധ സംവിധാനം ലോക പ്രശസ്തമാണ്. ഇസ്രായേൽ ആണവ ശക്തിയാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ രാജ്യം ആണവ ശക്തിയാണ് എന്നാണ് വിദഗ്ധാഭിപ്രായം. ഇറാനാകട്ടെ ആണവ ശക്തിയാകാൻ ശ്രമിക്കുന്ന രാജ്യവുമാണ്. എന്തുകൊണ്ടാണ് ഇറാന്റെ ആണവ പദ്ധതിയെ ഇസ്രായേൽ ഇത്രയും ശക്തമായി എതിർക്കുന്നത്? ഇറാന് അണ്വായുധമുണ്ടായാൽ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുമെന്ന് ഇസ്രായേൽ ഭയക്കുന്നു. 94 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ചെറിയ രാജ്യമാണ് ഇസ്രായേൽ. 1000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ വികസിപ്പിക്കുകയാണ്. ഇത് യാഥാർത്ഥ്യമായാൽ അവയ്ക്ക് അനായാസം ഇസ്രായേൽ നഗരങ്ങളിൽ എത്താൻ പറ്റും. അവയിൽ ആണവ പോർമുനകൾ കൂടിയുണ്ടെങ്കിൽ ഇസ്രായേൽ ഭൂമുഖത്ത് അവശേഷിക്കില്ല എന്ന് അവർ ഭയക്കുന്നു. അതിനാൽ ഇറാന് ആണവായുധം കൈവശമാവുന്ന കാര്യം ആലോചിക്കാൻ പോലും ഇസ്രായേലിന് പറ്റില്ല. ഇറാൻ ആണവായുധം ഉപയോഗിച്ചില്ലെങ്കിലും ആണവായുധ ശേഷിയുണ്ട് എന്ന ബോധ്യം ഇറാന് തന്ത്രപരമായ മുൻതൂക്കം നൽകും.
അത് ലെബനിലെ ഹിസ്ബുള്ള, ഗാസയിലെ ഹമാസ്, യമനിലെ ഹൂതികൾ തുടങ്ങിയ ഇറാൻ പ്രോക്സികൾക്ക് നിരന്തരമായി തങ്ങളെ ആക്രമിക്കാൻ ധൈര്യം നൽകുമെന്ന് ഇസ്രായേൽ കരുതുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി അടക്കമുള്ള നേതാക്കൾ ഇസ്രായേലിനെ നീക്കം ചെയ്യേണ്ട അർബുദമായാണ് കാണുന്നത്. ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാന് ആണവായുധമുണ്ടെങ്കിൽ അന്താരാഷ്ട്ര ഇടപെടൽ വളരെ കുറയും. ആണവായുധമുള്ള ഇറാനെതിരെ നിൽക്കാൻ അമേരിക്ക പോലും മടിച്ചേക്കും. അത് നയതന്ത്രപരമായും സൈനികപരമായും ഒറ്റപ്പെടുത്തുമെന്നും ഇസ്രായേൽ കണക്കുകൂട്ടുന്നു. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമാണ് പശ്ചിമേഷ്യയിലെ പ്രധാന ശക്തികളായ ഇസ്രായേലും ഇറാനും തമ്മിൽ ശത്രുത രൂക്ഷമായത്. മതം, പ്രത്യയശാസ്ത്രം, ഭൗമരാഷ്ട്രീയം തുടങ്ങിയ ഘടകങ്ങൾ അതിന് വളക്കൂറേകി. യുഎസിന്റെ ഇസ്രായേലിനോടുള്ള ആഭിമുഖ്യം തങ്ങളുടെ പ്രാദേശിക സമഗ്രതയ്ക്കുണ്ടാക്കുന്ന ഭീതി ഇറാനെയും ഇറാൻ ആണവായുധം സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയെന്ന ആശങ്ക ഇസ്രായേലിനെയും നിരന്തരം വേട്ടയാടി. 2023 ഗാസയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതോടെ അതിൽ ഇറാനും പരോക്ഷമായി കക്ഷി ചേർന്നു. യുദ്ധത്തിൽ പിന്നീട് ഹിസ്ബുള്ള ചേർന്നതോടെ സംഘർഷം ലെബനിലേക്കും ഹൂതികളുടെ പങ്കിനെ തുടർന്ന് യമനിലേക്കും പടർന്നു. സിറിയയിലെയും ഇറാഖിലെയും സായുധ സംഘങ്ങളും ഇസ്രായേലിനെതിരെ നിഴൽ യുദ്ധം നയിച്ചു. പശ്ചിമേഷ്യയിൽ ഇറാന്റെ പിന്തുണയോടെ ഇസ്രായേലിനെതിരെ നിലകൊള്ളുന്ന പ്രതിരോധ അച്ചുതണ്ട് സഖ്യത്തിലെ സംഘടനകളാണ് ഇവരെല്ലാം. അതിൽ ഹമാസ് നേതാക്കളെയെല്ലാം ഇസ്രായേൽ വധിച്ചു. ഹിസ്ബുള്ളയെയും ഏതാണ്ട് ഒതുക്കിയിട്ടുണ്ട്. ഇതിനുശേഷമാണ് ഇറാനെതിരെ ഇപ്പോൾ നേരിട്ടിറങ്ങിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ഏകപക്ഷീയമായ ഈ ആക്രമണം മുസ്ലിം രാജ്യങ്ങളെ ഒരുമിപ്പിക്കാൻ വഴിവെച്ചേക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിനകം തന്നെ സൗദി, UAE, ഖത്തർ, ഒമാൻ, ഈജിപ്ത് തുടങ്ങിയ നിരവധി ഇസ്ലാമിക രാജ്യങ്ങൾ ഇസ്രായേലിനെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. റഷ്യയാകട്ടെ ഇസ്രായേലിന്റെ ആക്രമണം പ്രകോപനമില്ലാതെയായിരുന്നുവെന്നും നിയമവിരുദ്ധമാണ് എന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ചൈന മൗനം പാലിക്കുന്നുണ്ട് എങ്കിലും അഭിപ്രായം മറിച്ചാവാൻ ഇടയേയില്ല. ഇന്ത്യക്കാവട്ടെ ഇതിൽ ആരെയും വെറുപ്പിക്കാനാവാത്ത അവസ്ഥയാണ്. ഗാസയിൽ വെടിനിർത്തൽ വൈകുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവുമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു. എങ്കിലും ഇറാന്റെ കാര്യത്തിൽ അവരുടെ നിലപാടുകൾ ഏറെക്കുറെ സമാനമാണ്. തന്റെ ആദ്യ ഭരണകാലത്ത് ട്രംപ് ഇറാന്റെ ആണവ നിരായുധീകരണം സംബന്ധിച്ച സംയുക്ത സമഗ്ര കർമ്മ പദ്ധതിയിൽ നിന്നും പിന്മാറി കൂടുതൽ കർശനമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. രണ്ടാം വട്ടം അധികാരമേറ്റ ശേഷം ഇറാനുമായി പുതിയ ആണവ കരാർ ഉണ്ടാക്കാൻ ട്രംപ് നയതന്ത്ര നടപടികൾ ആരംഭിച്ചിരുന്നു. യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായി നിർത്തിവെച്ചാൽ ഉപരോധം നീക്കിക്കൊടുക്കാം എന്ന വാഗ്ദാനവും മുന്നോട്ട് വെച്ചിരുന്നു. ഒമാന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾ പരിഹാരത്തിന് വളരെ അടുത്തെത്തിയതായി കഴിഞ്ഞ മെയ്യിൽ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പക്ഷേ മെയ് 31 IAEA പുറത്തുവിട്ട റിപ്പോർട്ട് ഇസ്രായേലിനെയും അമേരിക്കയെയും ഞെട്ടിച്ചു. ഇറാന്റെ കൈവശമുള്ള 60% സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ അളവ് കഴിഞ്ഞ ഫെബ്രുവരിക്ക് ശേഷം ഗണ്യമായി വർദ്ധിച്ച് 408.6 കിലോഗ്രാമായി. അത് 9 അണുബോംബുണ്ടാക്കാൻ പര്യാപ്തമാണ് എന്നാണ് നെതന്യാഹു പറയുന്നത്. ബോംബുണ്ടാക്കാൻ 90% സമ്പുഷ്ടീകരണം വേണമെന്നാണ് പറയുക. അണുബോംബ് നിർമ്മിക്കുന്നത് തങ്ങളുടെ ലക്ഷ്യമല്ലെന്നും ചികിത്സ, വിദ്യാഭ്യാസം തുടങ്ങിയ സമാധാനപരമായ ആവശ്യങ്ങൾക്കാണ് ആണവോർജം ഉപയോഗിക്കുക എന്നും ഇറാൻ അവകാശപ്പെട്ടിരുന്നു. പക്ഷേ ഇറാൻ ആണവ നിർവ്യാപന കരാർ വ്യവസ്ഥകൾ പാലിക്കുന്നില്ലെന്ന് ആണവോർജ ഏജൻസി കുറ്റപ്പെടുത്തുന്നു. അവരുടെ 3 കേന്ദ്രങ്ങളിൽ വെളിപ്പെടുത്താത്ത പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. തങ്ങളുടെ ഇൻസ്പെക്ടർമാരുമായി സഹകരിക്കുന്നില്ല. ഇതായിരുന്നു IAEA ആരോപിച്ചത്. മാസങ്ങൾക്ക് മുൻപ് ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈലുകൾ തൊടുത്തുവിട്ടതിന് പിന്നാലെ യുദ്ധമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഇരു രാജ്യങ്ങളും കൂടുതൽ ആക്രമണങ്ങൾക്ക് മുതിർന്നില്ല. ഡ്രോണുകളും ഏതാനും മിസൈലുകളും അയച്ച ശേഷം സംഘർഷമില്ലാതായി. അതിനുശേഷം ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ വിശദ പദ്ധതി തയ്യാറാക്കുകയായിരുന്നു. പിന്നിൽ പ്രവർത്തിച്ചതാകട്ടെ മൊസാദും. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെയാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടത്. അതിനായി പരമാവധി വിവരങ്ങൾ ശേഖരിച്ചു. മൊസാദ് ചാരന്മാർ ഇറാനിൽ നിന്ന് കൈമാറിയ വിവരങ്ങൾ വിശകലനം ചെയ്തു. ഇതിനുശേഷം ഇറാന്റെ മണ്ണിൽ തന്നെ രഹസ്യ ആക്രമണത്താവളം ഇസ്രായേൽ സ്ഥാപിച്ചു. ഈ ഭൂഗർഭ കേന്ദ്രത്തിൽ ഡ്രോണുകളും ആയുധങ്ങളും ഒളിപ്പിച്ചു. ഇറാന്റെ ആണവ പദ്ധതികൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞരെയും ഉന്നത സൈനിക നേതൃത്വത്തിനെയും ലക്ഷ്യമിട്ട് വിവരശേഖരണം നടത്തി. ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികൾ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാനിൽ നുഴഞ്ഞുകയറിയ മൊസാദാണ് സൈന്യത്തിലെ ഉന്നതരെയടക്കം ഇല്ലായ്മ ചെയ്ത ആക്രമണ പദ്ധതി വിജയകരമായി പൂർത്തിയാക്കിയത്.